Hi friends, Assalamu alaikum. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഗീ കേക്ക് ആണ്. ഗീ കേക്കിന്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓവനും ബീറ്ററും ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിലും ഞാൻ കുറച്ചൊന്ന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ദാ കേക്ക് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ആദ്യം നെയ്യ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടകൾ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് ചൂട് മാറിയതിന് ശേഷം ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ എടുത്തതിൽ കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു നെയ്യിലേക്ക് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് 1 കപ്പ് എന്നുള്ളത്. 3/4 കപ്പും കുറച്ച് പഞ്ചസാര 1-2 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും. ഇത് നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ബീറ്റർ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടണം. അതുവരെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും പൊടിച്ചിട്ട് തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. കാരണം പൊടിക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ ഈ നെയ്യും പഞ്ചസാരയും ആയിട്ട് മിക്സ് ആവത്തില്ല. നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കൈ നന്നായിട്ട് വേദനിക്കും. അപ്പോൾ പൊടിച്ചിട്ട് തന്നെ ചേർക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടുണ്ട്. ആ ഒരു നെയ്യുടെ മഞ്ഞ കളറൊക്കെ മാറി പഞ്ചസാരയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റോളം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ 2 മുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതാ മുട്ട ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അടുത്തത് ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. അപ്പോൾ ഇവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ മിൽക്ക് ആയിരിക്കണം കേട്ടോ, തണുത്ത പാല് ചേർക്കരുത്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ തണുത്ത പാലാണെങ്കിൽ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ചൂട് മാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പാലും നെയ്യും മുട്ടയും പഞ്ചസാരയും എല്ലാതും നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളുടെ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുന്നേ ഉണ്ടാക്കിയ കേക്കിൽ ഞാൻ 1 കപ്പ് മൈദയും 1/4 കപ്പ് പാൽപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ ചെയ്ത്. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത്. ഇതിപ്പോൾ പാൽപ്പൊടി ചേർക്കാതെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു നുള്ളു ഉപ്പെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ മൈദയുടെ കൂട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. കാരണം എല്ലാതും കൂടി ഒന്നിച്ചിടുന്ന സമയത്ത് ഇത് മൈദ അവിടെ ഇടയ്ക്ക് ആയിട്ട് കട്ട കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇതുപോലെ 2-3 ബാച്ചായിട്ട് മൈദ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും. ഓവർ മിക്സിങ്ങും ആവുന്ന പ്രശ്നം വരില്ല. മൈദ അവിടെ ഇടയ്ക്ക് കട്ട കിട്ടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും.
അപ്പോൾ അതാ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഓവനിൽ ചെയ്യുന്നത് മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു പാത്രത്തിൽ കേക്ക് ടീൻ ഇറക്കി വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് നെയ്യ് തന്നെ ആക്കി കൊടുക്കുക. നമ്മൾ എന്തായാലും ഗീ കേക്കാണല്ലോ ചെയ്യുന്നത്. ഒന്ന് എല്ലാ ഭാഗത്തും അടിഭാഗത്തും അതുപോലെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഗീ കേക്ക് ആയതുകൊണ്ട് നമുക്ക് നെയ്യ് തന്നെ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് വെരി ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ അടിക്ക് പിടിക്കുന്ന പേടി ഉണ്ടെങ്കിൽ താഴെ ഒരു പഴയ പാൻ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ താഴെ ഒരു പാനൊന്നും വെക്കുന്നില്ല, വെരി ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഒരു 30 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും, അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ്. അത് ഓരോരോ അടുപ്പിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എനിക്കിപ്പോൾ അതാ 30 മിനിറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അടിഭാഗം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ, നല്ലൊരു ബ്രൗൺ കളറായതേ ഉള്ളൂ, കരിഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ സൈഡ് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ അടുപ്പത്ത് ഈ ഒരു പാത്രത്തിൽ ഡയറക്റ്റ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതാ കേക്ക് നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ശരിക്കും ഈ ഒരു കേക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ പിറ്റേന്ന് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയ കേക്കിനെക്കാട്ടിയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത്. അതും നല്ല സോഫ്റ്റ് ആണ്. അതിനെക്കാട്ടിയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നമ്മൾ എക്സ്ട്രാ 1/4 കപ്പ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പൊടി കുറവായതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഓവനും ബീറ്ററും ഇല്ലാത്ത ആൾക്കാർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു കേക്ക് എന്നുള്ളത്. അപ്പോൾ അതെ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ തരാം. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസും അയക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ട് സമാധാനത്തോടെ വീട്ടിൽ തന്നെ ഇരിക്കാം കേട്ടോ. താങ്ക്